മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽവെറ്റ് പോലെ മിനുമിനുത്ത കമ്പിളി വിരിച്ച കിടക്ക, അതിനുമീതെ ക്വിൽറ്റ്, അറ്റാച്ച്ഡ് ബാത്റൂം, മുറി ചൂടുപിടിപ്പിക്കാൻ റൂം ഹീറ്റർ. മരിയ ജോസഫ് കൊടുത്ത സ്വെറ്ററിന് മീതെ അലീന കമ്പിളി ഷാൾ പൊതിച്ചു. എന്നിട്ടും കാൽപാദങ്ങൾ തണുക്കുന്നു. ബാത്റൂമിൽ വെള്ളം കോരി ഒഴിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് കുളിരുകോരി. വെള്ളം വന്ന് ഓർക്കാൻ പോലും വയ്യ. പപ്പ ചൂടുവെള്ളത്തിലായിരിക്കും കുളിക്കുന്നത്. അലീന കിടക്കയിലിരുന്നു. 10-12 വയസ്സുള്ള ഏതാനും പെൺകുട്ടികൾ വാതിക്കൽ വന്ന് അകത്തേക്ക് തലനീട്ടി നോക്കി. സ്കൂൾ യൂണിഫോം ഇനിയും മാറിയിട്ടില്ല. അവരുടെ മുഖം കണ്ടിട്ട് ചൈനക്കാരെ പോലെ തോന്നി അലീനയ്ക്ക്. പെൺകുട്ടികൾക്കിടയിൽ പെട്ടെന്നൊരു കുശുകുശുപ്പുണ്ടായി. അടുത്ത ക്ഷണം അവർ ഓട്ടം പിടിച്ചു. മരിയ ജോസഫ് മുറിയുടെ നേർക്ക് വരുന്നുണ്ടായിരുന്നു. അവരെ കണ്ട് അലീന പതുക്കെ എഴുന്നേറ്റു. ഇരുന്നോ, എണീക്കണ്ട. അവരുടെ കയ്യിൽ ഒരു ഫ്ലാസ്ക് ഉണ്ടായിരുന്നു. ടീപ്പോയിലിരുന്ന ഗ്ലാസ് എടുത്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അവർ അലീനയുടെ കയ്യിൽ കൊടുത്തു. കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന ഒരു ടാബ്ലറ്റ് നീട്ടി. ഇത് കഴിച്ചോ, കോൾഡിനുള്ളതാ. അലീന അത് വാങ്ങി വായിലിട്ട് വിഴുങ്ങി. പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായത് ശരീരത്തിന് പിടിയില്ല. അതിൻ്റെയാ, പേടിക്കാനൊന്നുമില്ല. മരിയ ജോസഫ് അവളെ ആശ്വസിപ്പിച്ചു. കുറച്ച് ചോറുണ്ടാലോ, അല്ലെങ്കിൽ കഞ്ഞി? ഒന്നും വേണ്ട, വായ കയക്കുന്നു, അലീന പറഞ്ഞു. ഒരു കപ്പ് സൂപ്പ് തരട്ടെ? വേണ്ട, വേണ്ടാഞ്ഞിട്ടാ കേട്ടോ. എങ്കിൽ ശരി, അലീന കിടന്നു. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. കണ്ണും മൂക്കും ചുണ്ടുമൊക്കെ വല്ലാതെ ചുവന്നിരിക്കുന്നുണ്ട്. അലീന കമ്പിളിക്ക് മീതെ നീണ്ടു നിവർന്നു കിടന്നു. മരിയ ജോസഫ് ഒരു ജോഡി സോക്സ് കരുതിയിട്ടുണ്ടായിരുന്നു. അലീനയുടെ പാദങ്ങളിൽ അവർ സോക്സ് ഇടാൻ തുടങ്ങിയപ്പോൾ അവൾ തടഞ്ഞു. വേണ്ട, ഞാൻ ഇട്ടോളാം. അവിടെ കിടന്നാ മതി. ഞാൻ ഇട്ട് തന്നാൽ എന്താ കുഴപ്പം? അലീനയുടെ 2 കാലിലും അവർ സോക്സ് ധരിപ്പിച്ചു. കുഞ്ഞാഞ്ഞയ്ക്ക് അറിയാവുന്നതാണല്ലോ സിക്കിം തണുപ്പുള്ള സ്ഥലമാണെന്ന്. എന്നിട്ട് ഒരു കരുതലുമില്ലാതെയാണോ ഇങ്ങ് പോന്നത്? അലീന അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മരിയ ജോസഫ് അവളുടെ ഉടൽ കിൽട്ടിട്ട് മൂടി. തലവേദനയുണ്ടോ മോൾക്ക്? ചെറുതായിട്ട്. മരിയ ജോസഫ് പോയി ബാം എടുത്തു കൊണ്ടുവന്നു. കിടക്കയിൽ അലീനയുടെ അരികെ ഇരുന്ന് നെറ്റിയിൽ പുരട്ടി മൃദുവായി തടവിക്കൊടുത്തു. അവളുടെ മൂക്കിന് മീതെയും തൊണ്ടയിലും കഴുത്തിലും ബാം പുരട്ടി. അലീന മരിയയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കെ അവളുടെ കണ്ണ് നിറഞ്ഞു. എന്തു പറ്റി? കണ്ണ് നീറുന്നുണ്ടോ മോൾക്ക്? ഇല്ല, പിന്നെന്താ? ഞാൻ ഓർത്തു എന്നോട് ദേഷ്യമായിരിക്കുമെന്ന്. ഞാനെന്തിനാ മോളോട് ദേഷ്യപ്പെടുന്നേ? മരിയ ജോസഫ് പുഞ്ചിരിച്ചു. ഔസേപ്പച്ചൻ ഫോൺ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് കുളത്തൂപ്പുഴയിൽ കുഞ്ഞാഞ്ഞോട് കൂടെ മോളാണെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് വന്ന് കൂടിയിട്ടുണ്ടെന്നാ. എത്ര മാസമായി നീ കുളത്തൂപ്പുഴ വന്നിട്ട്? എന്നിട്ട് കുഞ്ഞാഞ്ഞ പോലും എന്നോടൊന്നും പറഞ്ഞില്ല. നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ ഒരുത്തിയൊന്നുമല്ലെന്ന്. ഞങ്ങളുടെ അമ്മച്ചി. എങ്ങോട്ട് പോയെന്നോർത്ത് വിഷമിക്കണ്ട, ഇവിടെ തന്നെയുണ്ട്. അലീന അവരുടെ മുഖത്തേക്ക് നോക്കി മന്ദസ്മിതം തൂകി. വല്യപ്പച്ചന് എന്നെ വലിയ കാര്യമാ. ചിന്നമ്മ എന്നാ എന്നെ ചില നേരത്ത് വിളിക്കുന്നത് പോലും, അവൾ പറഞ്ഞു. എന്നാലും ഇങ്ങനെയൊരു സാമ്യം എങ്ങനെ ഒത്തുവന്നു? അതാ എനിക്ക് അതിശയം. പപ്പയും ചിലപ്പം ഇതുതന്നെ പറയും. അതല്ലേ എന്നോട് ഇത്രയ്ക്കും സ്നേഹം. അലീനയുടെ ചിരിയിലൊരു കുസൃതിയുണ്ടായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കവേ മരിയ ജോസഫ് വിചാരിച്ചു, ചിരി പോലും അമ്മയുടെ തന്നെ. ഔസേപ്പച്ചനും റോബിച്ചനും ആൽബിക്കുമൊക്കെ നിന്നോട് ദേഷ്യമാണോ? ഇല്ലെന്നേ, ഒട്ടും ദേഷ്യമില്ല. പക്ഷെ ഫോണിൽ വിളിച്ചപ്പം എനിക്കങ്ങനെ തോന്നി. നീ അവരെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇല്ലേ, ഞാൻ പുനലൂരെ തറവാട്ടിൽ പോയി എത്ര ദിവസം താമസിച്ചതാ. ഈസ്റ്റർ ആഘോഷിച്ചത് പോലും അവിടെയായിരുന്നു. ജോസുകുട്ടിയെയും സാന്ദ്രമോളെയും റോണിയെയും ഒക്കെ ഞാൻ ഫോൺ ചെയ്യാറുള്ളതല്ലേ. എല്ലാവരുമായിട്ടും ഞാൻ നല്ല കൂട്ടായിരുന്നല്ലോ. എന്നോടാരും ഒന്നും പറഞ്ഞില്ല. മരിയ ജോസഫിന്റെ സ്വരത്തിൽ പരിഭവം കലർന്നു. സോറി, എനിക്കറിയത്തില്ലായിരുന്നു. അലീന ക്ഷമാപണം നടത്തി. നീ എന്തിനാ സോറി പറയണേ? നിന്റെ തെറ്റൊന്നുമല്ലല്ലോ, മരിയ ജോസഫ് പറഞ്ഞു. സ്റ്റാൻലി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. കുഞ്ഞാഞ്ഞയ്ക്കുള്ള ഫുഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. മരിയ ജോസഫ് കട്ടിൽ നിന്നും എഴുന്നേറ്റു. വേണ്ട, ഞാൻ അങ്ങോട്ട് വന്ന് കഴിച്ചോളാം. ഡൈനിങ് ഹാൾ അടച്ചു. ഇനി അവിടെ ഒന്നും കിട്ടില്ല. കൃത്യം 7 മണിക്കാണ് ഇവിടെ സപ്പർ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഫുഡ് മാറ്റിവെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി എടുത്തോണ്ട് വരാം. മരിയ ജോസഫ് കിച്ചണിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് സ്റ്റാൻലിക്ക് കൊടുത്തു. അലീനയ്ക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാൽ അവർ കൊണ്ടുവന്നു. അലീനയെ നിർബന്ധിച്ച് കുടിപ്പിച്ചു. സ്റ്റാൻലിയുടെ അത്താഴം തണുത്തു തുടങ്ങിയിരുന്നു. 2 പേർക്കും കൂടി ഈ മുറി പോരെ? ഞങ്ങൾക്കാകെ ഈ ഒരു ഗസ്റ്റ് റൂമേ ഉള്ളൂ. 2 കട്ടിലുണ്ടല്ലോ, ഇത് ധാരാളം, സ്റ്റാൻലി പറഞ്ഞു. എന്നാൽ ഇനി നീ പോയി കിടന്നോ. ഇവിടുത്തെ ചിട്ട തെറ്റിക്കണ്ട. രാത്രി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഈ കോറിഡോറിന്റെ അങ്ങേയറ്റത്ത് ഇടതുവശത്തെ റൂം. ഓക്കെ, ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ് കുഞ്ഞാഞ്ഞെ. എന്നിട്ടും മരിയ ജോസഫ് അവിടെ തന്നെ ഇരുന്നു. അവർക്ക് അലീനയുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോകാൻ മനസ്സ് വരുന്നില്ല. അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരടുപ്പം തോന്നിപ്പോകുന്നു. കുഞ്ഞാഞ്ഞയ്ക്ക് എവിടുന്ന് കിട്ടി ഇവളെ? ഓർത്തിട്ടെനിക്ക് അതിശയം തീരുന്നില്ല. പാലായിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു, സ്റ്റാൻലി പറഞ്ഞു. എങ്ങനെ കണ്ടുപിടിച്ചു? അതെല്ലാം പറയാനിരുന്നാൽ ഇന്ന് രാത്രി ഉറക്കം നടക്കില്ല എൻ്റെ മേരിക്കുട്ടി. ശരി, ഇന്ന് റെസ്റ്റ് എടുത്തോ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. മരിയ ജോസഫ് അലീനയുടെ ശിരസിലൊന്ന് തലോടി. കവിളത്ത് കൈത്തലം ചേർത്ത് പറഞ്ഞു. ഉറങ്ങിക്കോ കേട്ടോ, നാളെ കാണാം. ദാഹിച്ചാൽ ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഇരിപ്പുണ്ട്, എടുത്തു കുടിച്ചോണം. അവർ ഗുഡ് നൈറ്റ് ആശംസിച്ച് മുറി വിട്ടുപോയി. സ്റ്റാൻലി പോയി വാതിലടച്ച് ബോൾട്ടിട്ട് വന്നു. പിന്നെ സൂട്ട് കേസ് തുറന്ന് അതിൽ നിന്നും ഒരു കുപ്പിയെടുത്തു. ഗ്ലാസ് ടീപ്പോയിലുണ്ടായിരുന്നു. ആഹാ, ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ? അലീന ആശ്ചര്യപ്പെട്ടു. കുടിക്കുന്നെങ്കിൽ ഇതുപോലെ തണുപ്പത്തിരുന്ന് കുടിക്കണം. സ്റ്റാൻലി കുപ്പി തുറന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. കോളയുടെ ബോട്ടിലെടുത്ത് തുറന്ന് അതൊഴിച്ച് നേർപ്പിച്ചു. കട്ടിലിരുന്ന് സാവധാനം സിപ്പ് ചെയ്തു. അത് നോക്കിയിരിക്കെ അലീനയുടെ കൺപോളകൾ അടഞ്ഞുപോയി. കിളികളുടെ ശബ്ദവും കുട്ടികളുടെ വർത്തമാനവും കോറിഡോറിലെ കാലൊച്ചകളും കേട്ടാണ് അലീന ഉണർന്നത്. മുറിയിൽ ഫാൻസി ബൾബിന്റെ വെളിച്ചമുണ്ട്. പപ്പ അടുത്ത കട്ടിലിൽ ഉറക്കമാണ്. നേരിയ കൂർക്കം വലിയുണ്ട്. അലീന ക്ലോക്കിൽ നോക്കി. 5 മണി. പക്ഷേ എല്ലാ ജനാലകളിലും പകൽ വെളിച്ചം. കിൽറ്റ് മാറ്റി അവൾ എഴുന്നേറ്റു. ജനാല വിരി മാറ്റി നോക്കി. പുറത്ത് പ്രഭാതം. പൈൻമരക്കൂട്ടങ്ങൾ. അകലെ പച്ചയും നീലയും ഇടകലർന്ന അസംഖ്യം കുന്നുകളടങ്ങിയ ഭൂവിസ്തൃതി. ചക്രവാളത്തിന് കീഴെ വളഞ്ഞു പുളഞ്ഞ ഒരു നീലരേഖ പോലെ ഭൂമിയുടെയും ആകാശത്തിന്റെയും അതിര്. അവിടെ ഒരിടത്ത് ഒരു വെൺമേഘക്കുന്നിന് സ്വർണം പൂശിയ പോലെ. അതൊരു മേഘം തന്നെയാണോ എന്നവൾ സംശയിച്ചു. അതോ മൂടൽമഞ്ഞോ? സ്വർണ്ണ നിറം വർദ്ധിച്ചു വന്നു. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അലീന ചെന്ന് വാതിൽ തുറന്നു. ഗുഡ് മോർണിംഗ് അലീന, പുഞ്ചിരിയോടെ മരിയ ജോസഫ്. ഗുഡ് മോർണിംഗ് ആൻറ്റി. അലീനയുടെ ഒച്ച അടഞ്ഞിരുന്നു. നീ എഴുന്നേറ്റില്ലെന്നാ വിചാരിച്ചത്. എങ്ങനെയുണ്ട് പനി, തലവേദനയൊക്കെ? അവർ അലീനയുടെ നെറ്റിയിലും കഴുത്തിലും കൈത്തലം വെച്ച് നോക്കി. പനിയൊക്കെ പോയല്ലോ, ഇത്തിരി തൊണ്ടവേദന മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ കഫ് ഡ്രോപ്പ് തരാം. കുഞ്ഞാഞ്ഞ എഴുന്നേറ്റില്ലേ? പപ്പയുടെ സമയം 6 മണിയാണ്, അലീന പറഞ്ഞു. ആൻറ്റി, ആ മലയ്ക്കപ്പുറത്ത് കാണുന്നതെന്താ? മഞ്ഞുമലയാണോ? അലീന ജനാലയുടെ നേർക്ക് കൈ ചൂണ്ടി. അതാണ് ഹിമാലയം. ജനാലയ്ക്കടുത്തേക്ക് വന്നുകൊണ്ട് മരിയ ജോസഫ് പറഞ്ഞു. എവറസ്റ്റ് കൊടുമുടിയുടെ ചില ഭാഗങ്ങളാണ്. ഇപ്പോൾ ഇത്തിരി മിസ്റ്റ് ഉള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ നല്ല തങ്കം പോലെ തിളങ്ങിക്കാണാം. ഉദയസൂര്യന്റെ വെയിൽ ആദ്യം വീഴുന്നത് അവിടെയാ. ഹിമാലയം. അലീന അതിയായ സന്തോഷത്തിലും ആശ്ചര്യത്തിലും മന്ത്രിച്ചു. അവൾ ജനാലയിലൂടെ വീണ്ടും വീണ്ടും നോക്കി. ദാ അവിടെ കണ്ടോ? മരിയ ജോസഫ് കൈ ചൂണ്ടി. പച്ചമലയ്ക്കപ്പുറത്ത് ഐസിങ് പോലെ. അതെല്ലാം മഞ്ഞുമലകളാ. ഷോ, ഹിമാലയം കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ, അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. തണുപ്പടിക്കണ്ട. മരിയ ജോസഫ് കിടക്കയിൽ നിന്ന് ഷാൾ എടുത്തു കൊണ്ടുവന്ന് അലീനയെ പൊതിപ്പിച്ചു. ഞാൻ കോഫി കൊടുത്തയക്കാം. 6:30-ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ എനിക്ക് സ്കൂളിൽ പോകണം. ഉച്ച കഴിഞ്ഞ് ലീവ് എടുക്കാമോന്ന് നോക്കട്ടെ. മരിയ ജോസഫിന്റെ ചുറുചുറുക്കും പ്രസരിപ്പും അലീനയെ ആകർഷിച്ചു. അവരോടൊപ്പമുള്ള ആർക്കും മടിപിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. അവർ പോയി 10 മിനിറ്റിനുള്ളിൽ 2 കപ്പ് കോഫിയുമായി മംഗോളിയൻ മുഖമുള്ള ഒരു പെൺകുട്ടി വന്നു. അലീന സ്റ്റാൻലിയെ വിളിച്ചുണർത്തി. 6:30 മണിയോടെ സ്റ്റാൻലിയും അലീനയും ബ്രഷ് ചെയ്ത് മുഖം കഴുകി റെഡിയായി. മരിയ ജോസഫ് വന്ന് അവരെ ഡൈനിങ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ മേരിക്കുട്ടി, എന്തൊക്കെയായാലും 6:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരുന്നത് കുറെ കടുപ്പം തന്നെ, സ്റ്റാൻലി പിറുപിറുത്തു. പിന്നെ എന്ത് ചെയ്യും കുഞ്ഞാഞ്ഞെ? 7:30 മണിക്ക് ക്ലാസ് തുടങ്ങും. ഞങ്ങൾക്കിതൊക്കെ ശീലമായി. മരിയ ജോസഫിനോടൊപ്പം 2 അതിഥികൾ വരുന്നത് കണ്ട് കന്യാസ്ത്രീകൾ ആദരവോടെ അവരെ എതിരേറ്റു. ഇതാണ് എൻ്റെ ബ്രദർ സ്റ്റാൻലി ജോസഫ്, റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണലാണ്. ഇത് മൂത്ത മകൾ അലീന. മരിയ ജോസഫ് 2 പേരെയും മറ്റു കന്യാസ്ത്രീകൾക്ക് പരിചയപ്പെടുത്തി. എല്ലാവരും അവർക്ക് ഗുഡ് മോർണിംഗ് ആശംസിച്ചു. അവർ തിരിച്ചും. ചിട്ടയൊപ്പിച്ച് നിരത്തിയ കസേരകളിൽ ഡൈനിങ് ടേബിളിന് ചുറ്റുമായി എല്ലാവരും ഉപവിഷ്ടരായി. ആകെ 8 കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു. അലീന എന്ത് ചെയ്യുക? പഠിക്കുന്നുണ്ടോ? ഒരു കന്യാസ്ത്രീ ചോദിച്ചു. എൻ്റെ പഠിപ്പെല്ലാം കഴിഞ്ഞു, അലീന പറഞ്ഞു. മരിയ ജോസഫ് സ്റ്റാൻലിയുടെയും അലീനയുടെയും പ്ലേറ്റിലേക്ക് പാലപ്പവും മുട്ടക്കറിയും ബ്രെഡും ബുൾസയും പരിപ്പും ഉരുളക്കിഴങ്ങും ചേർത്തുള്ള സ്റ്റൂവും എല്ലാം വിളമ്പി. ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ഏതുവരെ പഠിച്ചു? മറ്റൊരു കന്യാസ്ത്രീ അലീനയോട് ചോദിച്ചു. പഠിക്കാൻ ഞാനൊരു മണ്ടിയായിരുന്നു. +2 കഴിഞ്ഞപ്പോൾ നിർത്തി, അലീന എങ്ങും തൊടാതെ പറഞ്ഞു. ഇവൾക്കുണ്ടല്ലോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടാണ് താല്പര്യം. ഓർഫനേജുകൾ സന്ദർശിക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക,
അങ്ങനെയൊരു ലെവലാണ്. സ്റ്റാൻലി പറഞ്ഞപ്പോൾ കന്യാസ്ത്രീകൾ വിസ്മയത്തോടെ അലീനയെ നോക്കി. നിങ്ങൾ രണ്ടുപേരും സിസ്റ്റർ മരിയയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ, അതോ മറ്റെവിടെങ്കിലും വന്നപ്പോൾ ഇതുവഴി കയറിയെന്നേ ഉള്ളോ? സിസ്റ്റർ സിസിലിയ ചോദിച്ചു. മേരിക്കുട്ടിയെ കാണാൻ വേണ്ടിയാ വന്നത്. ആണോ, വളരെ സന്തോഷം. നാട്ടിൽ നിന്ന് വളരെ അപൂർവമായിട്ടേ ഇങ്ങനെ ആരെങ്കിലും വരാറുള്ളൂ. ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്, ആരുടെ വീട്ടിൽ നിന്നായാലും, സിസ്റ്റർ ഐറീൻ പറഞ്ഞു. മരിയ ജോസഫ് ചിരിച്ചതേയുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞയുടൻ അവർ സ്റ്റാൻലിയെയും അലീനയെയും വേണ്ടതെല്ലാം പറഞ്ഞേൽപ്പിച്ച് സ്കൂളിലേക്ക് പോയി. ഇന്ന് തിരിച്ചു പോകണ്ടേ? മുറിയിൽ ചെന്നയുടനെ സ്റ്റാൻലി അലീനയോട് ചോദിച്ചു. നമ്മൾ വന്ന കാര്യം ഇതുവരെ സംസാരിച്ചില്ലല്ലോ, അലീനയും പറഞ്ഞു. എങ്കിലിനി വൈകിപ്പിക്കണ്ട, പെട്ടെന്ന് സംസാരിക്കണം. നീ എന്തുകൊണ്ടാ മേരിക്കുട്ടിയോട് സൂചിപ്പിക്കുക പോലും ചെയ്യാഞ്ഞത്? നമ്മളിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ പപ്പ. ആൻറ്റിക്ക് എന്തുമാത്രം ജോലി തിരക്കുണ്ട്. അതിനിടയ്ക്ക് ഓടി ഓടി വന്ന് ഇത്രയൊക്കെ ചെയ്തില്ലേ? സംസാരിക്കാനൊരു സാവകാശം വേണ്ടേ? നമുക്ക് കാര്യം അറിഞ്ഞാൽ പോരെ? മേരിക്കുട്ടി വരുമ്പോൾ ഒരൊറ്റ ചോദ്യം, ഷെറിൻ്റെ കുട്ടി എവിടെ? പറയാൻ സൗകര്യമുണ്ടോ ഇല്ലയോ, ദാറ്റ്സ് ഓൾ. നിനക്ക് മടിയാണെങ്കിൽ ഞാൻ ചോദിക്കാം. വേണ്ട വേണ്ട, പപ്പ എല്ലാം കുളമാക്കും. ഒരു ദോശ മറിച്ചിടുന്ന ലാഘവത്തോട് ചോദിക്കേണ്ട കാര്യമാണോ ഇത്? പതിയെ പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ടേ ചോദിക്കാൻ? എത്ര ദിവസം എടുക്കും? 2 ആഴ്ച? അത്രയും വേണ്ടി വരില്ല. അലീനയും വിട്ടുകൊടുത്തില്ല. സ്റ്റാൻലി ഒന്ന് മൂളി. ഈ ആൻറ്റിയുടെ പേരിലാണ് പപ്പ കേസ് കൊടുക്കാൻ പോവാന്നെന്ന് പറഞ്ഞത്. പിന്നല്ലാതെ നമുക്ക് കാര്യം നടക്കണ്ടേ? ഇത് എന്തോരം പാവാ ഈ ആൻറ്റി. അതൊന്നും എപ്പോഴുമില്ല, ചില നേരത്ത് മൂശാട്ടിയാ. ആരാ പപ്പ അങ്ങനെ അല്ലാത്തത്? ഞാൻ ഏത് സമയത്തും നല്ലതാണോ? പപ്പ നല്ലതാണോ? ചില നേരത്ത് പപ്പയുടെ സ്വഭാവം കണ്ടാൽ കണ്ടാൽ സ്റ്റാൻലി നെറ്റി ചുളിച്ച് അവളെ നോക്കി. കടുവ നാണിച്ചു പോകും. അലീന ചിരിച്ചു. ശരി ശരി, നീ നാക്കിനടുത്ത് വെണ്ണ പുരട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ല്. കാണാം, ഇതിപ്പോ അത്രയും ദൂരെയെന്ന് നമ്മൾ കാണാൻ വന്നതിൻ്റെ ഒരു സന്തോഷമാ. കാര്യത്തോടെടുക്കട്ടെ, അപ്പോഴറിയാം തനിനിറം. നാട്ടിൽ വന്നാൽ എന്നെ കാണാൻ വരാതെ തിരിച്ചു പോകുന്നവളാ. ആട്ടെ, ഇത്രയും ദൂരെന്നല്ലേ ആൻറ്റി നാട്ടിലേക്ക് വരുന്നത്? പപ്പയ്ക്ക് കുളത്തൂപ്പുഴയെന്ന് പുനലൂര് വരെ പോയാൽ മതിയല്ലോ അവരെ ഒന്ന് കാണാനും ഒരു വാക്ക് മിണ്ടാനും. അന്നേരം അഹങ്കാരം സമ്മതിക്കില്ല. ഞാനാരാ? റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫ്, തോട്ടം മുതലാളി. അവളോ എങ്ങാണ്ടെന്ന് വന്ന് വെറും ഒരു കന്യാസ്ത്രീ. ഇതല്ലേ മനസ്സിരിപ്പ്? ഓഹോ, നീ ഇപ്പോൾ അവളുടെ സൈഡായില്ലേ? കുളത്തൂപ്പുഴയെന്ന് പുനലൂർക്കുള്ള അത്രയും ദൂരമേ ഉള്ളൂ പുനലൂരിന്ന് കുളത്തൂപ്പുഴയ്ക്ക്. ഹിമാലയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് യാത്ര ചെയ്ത് പുനലൂരിലെത്തുന്നവർക്ക് കുളത്തൂപ്പുഴ വരെ വരാൻ കാല് കഴിക്കും, നടുവേദനിക്കും. എൻ്റെ പപ്പ, ആദ്യം നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ടാണോ എന്ന് നോക്കണം. എന്നിട്ട് വേണം മറ്റുള്ളവർ ശരി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ. ഒരാൾ മറ്റൊരാളെ വിലമതിക്കണം, ബഹുമാനിക്കണം. അത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. സ്റ്റാൻലി ഒരക്ഷരം പോലും മിണ്ടാതെ മകളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പപ്പ, കേസ് കൊടുത്താ എന്താ സംഭവിക്കുക? ആൻറ്റിക്ക് ഭയങ്കര സങ്കടമാകും. ആൻറ്റി എല്ലാവരോടും പറയും എൻ്റെ ആങ്ങളയ്ക്ക് എന്നോടൊട്ടും സ്നേഹമില്ല, പകരം ശത്രുതയാ. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുമോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പപ്പയ്ക്കും ടെൻഷനാകും ഇല്ലേ? ശരി ശരി, നീ കൈകാര്യം ചെയ്തോ, ഞാൻ വിട്ടു. പപ്പയും എൻ്റെ കൂടെ നിൽക്കണം. പക്ഷേ വാതുറക്കാൻ പാടില്ലല്ലോ അല്ലേ? ഞാൻ തോറ്റു സുല്ല്. അലീന മുറിയിൽ നിന്നും പുറത്തിറങ്ങി പരിസര വീക്ഷണം നടത്തി. സ്കൂൾ 2 ഫർലോങ് ദൂരെയാണ്. മംഗോളിയൻ മുഖവും കുറിയ ശരീരവുമുള്ള വെളുത്തു തുടുത്ത പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് കാണാമായിരുന്നു. ഉച്ചയ്ക്ക് മരിയ ജോസഫ് വന്ന് ലഞ്ച് കഴിക്കാൻ അവരെ വിളിച്ചുകൊണ്ടുപോയി. ഊണിന് ശേഷം അവർ മൂവരും മുറിയിലെത്തി. ഒരു വിധത്തിൽ ഞാനൊരു ഹാഫ് ഡേ ഒപ്പിച്ചെടുത്തു. ടീച്ചേഴ്സ് കുറവാണെന്നേ, അതാ പ്രശ്നം, മരിയ ജോസഫ് പറഞ്ഞു. അവർ അലീനയുടെ കൈക്ക് പിടിച്ചുകൊണ്ടുവന്നു കട്ടിലിരുത്തി. എന്തൊക്കെയുണ്ടടി വിശേഷങ്ങൾ? പറ. ചട്ടയും മുണ്ടും ഇവിടെ കിട്ടുമായിരുന്നെങ്കിൽ അതിടിയിച്ചുകൊണ്ട് നിന്റെ 3-4 ഫോട്ടോ എടുക്കാമായിരുന്നു. അമ്മച്ചി ചെറുപ്പത്തിൽ എങ്ങനെയിരുന്നു എന്ന് കാണിച്ചു തരാമായിരുന്നു. വല്യമ്മച്ചി ചട്ടയും മുണ്ടുമായിരുന്നോ? സാരിയൊന്നും ഉടുത്ത് കണ്ടിട്ടേയില്ല. അന്നത്തെ നസ്രാണി പെണ്ണുങ്ങളുടെ ഡ്രസ് കോഡ് അതായിരുന്നല്ലോ, ചട്ടയും മുണ്ടും നേരിയതും. നിനക്കത് നന്നായിട്ട് ചേരും. സ്റ്റാൻലിയുടെ സെൽഫോൺ ശബ്ദിച്ചപ്പോൾ അയാൾ അതെടുത്തുകൊണ്ട് ടെറസിലേക്ക് ഇറങ്ങിപ്പോയി. ഇനി പറ, പാലായിൽ വീട്ടുജോലിക്ക് നിൽക്കുന്ന നീ എങ്ങനെയാ കുഞ്ഞാഞ്ഞയുടെ അടുത്ത് എത്തിച്ചേർന്നത്? അച്ഛൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു പപ്പയെ, അലീന പറഞ്ഞു. അച്ഛനോ? അതാര്? അമ്മയുടെ ഭർത്താവ്. അമ്മയെന്ന് വെച്ചാൽ? എൻ്റെ സ്വന്തം അമ്മ. നിന്റെ അമ്മ ആരാണെന്നൊക്കെ നിനക്കറിയാമോ മോളെ? മരിയ ജോസഫിന് ആശ്ചര്യമായി. അറിയാം. അമ്മ എവിടെയുണ്ട്? എന്തു ചെയ്യുന്നു? പാലായിലെ ഒരു വീട്ടിലുണ്ട്. അമ്മ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. നീ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന വിവരം നിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നോ? അമ്മയുടെ വീട്ടിലാണ് ഞാൻ ജോലിക്ക് നിന്നത്. അമ്മയ്ക്കറിയില്ല ഞാൻ അമ്മയുടെ മോളാണെന്ന്.
ഇപ്പോഴും അറിയില്ല. ഓ ജീസസ്, നിനക്കറിയാം ചെയ്യാം. എന്നിട്ടും നീ അവിടെ വേലക്കാരി നിന്നു അല്ലേ മോളെ? അറിഞ്ഞോണ്ടാ ഞാനവിടെ പോയത് ആൻറ്റി. 23 കൊല്ലം ആരുമില്ലാത്ത അനാഥയാണല്ലോ എന്ന് വിചാരിച്ച് ജീവിച്ചിട്ട് അമ്മയും കൂടപ്പിറപ്പുകളുമൊക്കെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ കാണാനും അവരുടെ കൂടെ ജീവിക്കാനും ഒരു കൊതി തോന്നി. അതിനാ ജോലിക്കാരുടെ വേഷം കെട്ടി അവിടെ പോയത്. ജീവിക്കാനും അതേ ഉണ്ടായിരുന്നുള്ളൂ വഴി. പക്ഷേ അവിടെ വെച്ച് അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞു. അച്ഛൻ അമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുൻപുണ്ടായ മകളാണ് ഞാനെന്നറിഞ്ഞ് അച്ഛൻ മാനസികമായി തകർന്നുപോയി. പക്ഷേ അച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അച്ഛനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാനും അദ്ദേഹത്തെ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ കരുതി സ്നേഹിച്ചു. പക്ഷേ അമ്മയ്ക്ക് ഞങ്ങളെ സംശയം. ഞാൻ ആരാണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ. ഒടുവിൽ അച്ഛൻ പപ്പയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നെ പപ്പയുടെ കയ്യിൽ ഏൽപ്പിച്ചു. മരിയ ജോസഫ് അതിശയത്തോടെ അലീനയുടെ കഥ കേട്ടുകൊണ്ടിരുന്നു. എന്തായാലും നീ എത്തേണ്ട അടുത്ത് തന്നെ എത്തിച്ചേർന്നല്ലോ. ദൈവത്തിന് നന്ദി പറയുക. കുഞ്ഞാഞ്ഞ നിന്റെ കാര്യങ്ങൾ വേണ്ട പോലെ നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ തന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? മരിയ ജോസഫ് വാത്സല്യത്തോടെ അലീനയുടെ പുറത്ത് തഴുകി. അങ്ങനെയല്ല ആൻറ്റി, എൻ്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയല്ല യേശു എന്നെ പപ്പയുടെ അടുത്തേക്ക് അയച്ചത്. പിന്നെ? മരിയ ജോസഫ് സംശയത്തിൽ അവളെ നോക്കി. ഒരു പാവം അമ്മയും മകളും തമ്മിൽ വേർപിരിഞ്ഞ് വല്ലാതെ വേദനിച്ച് കഴിയുന്നുണ്ട് ഈ ലോകത്ത്. മകൾ എവിടെയാണെന്നറിയാതെ, ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും അറിയാതെ ആ അമ്മ മനോരോഗിയായി. അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ജോലി യേശു എന്നെയായിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത്. അലീന എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മരിയ ജോസഫിന് മനസ്സിലായി. മരിയ ജോസഫ് അത് പ്രതീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. ആൻറ്റി, അലീന അവരുടെ മുഖത്തേക്ക് നോക്കി. അനാദിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ വേദന എനിക്കറിയാം. ഞാനത് അനുഭവിച്ചോളാണല്ലോ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇനിയൊരു കുഞ്ഞും കൂടി ആയുഷ്കാലം മുഴുവൻ അവളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ആരെന്നറിയാതെ അലഞ്ഞു നടക്കണോ? അവൾക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ കുടുംബത്തിലെ ഒരു പെൺകുഞ്ഞാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മളിൽ ഒരാളാണത്. എന്നെപ്പോലെ തന്നെയല്ലേ ആൻറ്റി അവളും? ആൻറ്റിക്ക് എന്നെ കണ്ടപ്പോൾ സന്തോഷമായല്ലോ. ഞാൻ പുനലൂരെ തറവാട്ടിൽ ചെന്ന് താമസിച്ചപ്പോൾ അവിടെ ഉള്ളവരും എന്നോട് സ്നേഹം കാണിച്ചു. അതുപോലെ നമുക്ക് ആ കുഞ്ഞിനെ വീണ്ടെടുത്ത് സ്നേഹിക്കാം. അതിന് ഇത്രയും കാലം കിട്ടാതിരുന്ന സ്നേഹം കൊടുക്കാം. ദൈവം അതുകൊണ്ട് സന്തോഷിക്കുകയല്ലേ ഉള്ളൂ. ആൻറ്റിയെ കാണാനും ഇത് പറയാനും കൂടി വേണ്ടിയാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ വന്നത്. മരിയ ജോസഫ് ചലനമറ്റ പോലെ ഇരിക്കുകയാണ്. കുറേ സമയത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. ടെറസിൽ നിന്ന് സ്റ്റാൻലിയുടെ ഫോൺ സംഭാഷണം അവ്യക്തമായി കേൾക്കാമായിരുന്നു. മരിയ ജോസഫ് ഒടുവിൽ ദീർഘശ്വാസം എടുത്തു. റാണി മോൾക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടുവാനും കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കുവാനും വേണ്ടി ആ കുഞ്ഞിനെ മറച്ചു വെച്ചു എന്നേയുള്ളൂ. അല്ലാതെ വലിയൊരു തെറ്റൊന്നും ആരും ചെയ്തിട്ടില്ല അലീന. എന്നിട്ട് റാണി ആൻറ്റിക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടിയോ ആൻറ്റി? 2 മനുഷ്യരുടെ ജീവിതം തകർന്നില്ലേ? റാണി ആൻറ്റി മാനസിക രോഗിയായില്ലേ? ആ കുഞ്ഞിനെ മറയ്ക്കാൻ സാധിച്ചോ? കാണാമറത്താണെങ്കിലും അവളുണ്ടെന്ന് ഞങ്ങളൊക്കെ അറിഞ്ഞില്ലേ? മരിയ ജോസഫ് ഒന്നും മിണ്ടാതെ മൗനം ആചരിച്ചു. ആൻറ്റിക്കറിയോ, ഞാൻ ചെന്ന് കുളത്തൂപ്പുഴയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ശേഷം റാണി ആൻറ്റിക്ക് എന്തുമാത്രം മാറ്റമുണ്ടെന്ന്? എന്തൊരു പ്രതീക്ഷയാണെന്ന്? എറണാകുളത്ത് മാമച്ചനങ്ങളൻ്റെ വീട്ടിലാണിപ്പോൾ റാണി ആൻറ്റി. അവരുടെ ഏക മകൻ്റെ കുഞ്ഞിനെയാണ് റാണി ആൻറ്റി പ്രസവിച്ചത്. മകൻ മരിച്ചുപോയ സങ്കടത്തിൽ കഴിയുന്ന അവർക്ക് റാണി ആൻറ്റിയെ കാണുന്നത് പോലും ഒരാശ്വാസമാ. സ്വന്തം മകൻ്റെ കുഞ്ഞിനെ കൂടി കിട്ടിയാലോ? അവരവളെ പൊന്നുപോലെ നോക്കും. നാളെ തെരുവിൽ കൂടി അലഞ്ഞു നടക്കേണ്ട ഒരു പെൺകുഞ്ഞ് രാജകുമാരിയെ പോലെ ജീവിക്കുന്നത് നമുക്കെല്ലാം കാണാൻ സാധിക്കും. അവൾക്ക് എന്തുമാത്രം നന്ദിയും സ്നേഹവും ഉണ്ടായിരിക്കും നമ്മളോടെല്ലാം. മരിയ ജോസഫ് പതിയെ മുഖം തിരിച്ച് ആശ്ചര്യത്തോടെ അലീനയെ നോക്കി. ആദ്യമായി കാണുന്നത് പോലെയായിരുന്നു ആ നോട്ടം. ആൻറ്റി ഒരു വാക്കു പറഞ്ഞാൽ മതി, എവിടെയുണ്ടെന്ന് മാത്രം. അലീന പ്രത്യാശയോടെ അവരുടെ മുഖത്തേക്ക് കണ്ണു നട്ടു. മരിയ ജോസഫ് അല്പനേരം ചിന്താധീനയായിരുന്നു. പിന്നെ മെല്ലെ തലകുലുക്കി. അല്പം കഴിഞ്ഞു പറഞ്ഞു, ഞാൻ പറയാം, എല്ലാം പറയാം. കഴിഞ്ഞതൊക്കെ മനസ്സിലെടുക്കാൻ അല്പം സമയമെടുത്തു. ഓർമ്മയിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിൽ അവർ തുടങ്ങി. അപ്പച്ചനും ഔസേപ്പച്ചനും കൂടിയ അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അതുവരെ പൊങ്ങുമൂട്ടിലെ ഒരു ഓർഫനേജിലായിരുന്നു. ഞാനന്ന് ഡാർജിലിങ്ങിലെ കോൺവെന്റിലാ. ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോയി. ഡാർജിലിങ്ങിൽ ഇവിടുത്തെ പോലെയല്ല, തണുപ്പ് വളരെ കൂടുതലാ. അവിടെ ഞങ്ങൾക്കൊരു ഓർഫനേജ് ഉണ്ട്. അവളെ അവിടെയാക്കി. പക്ഷേ അവൾക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ. 2 വയസ്സല്ലേ ഉള്ളൂ. എപ്പോഴും അവൾക്ക് അസുഖങ്ങളായിരുന്നു. പനി, ചുമ, മൂക്കൊലിപ്പ്, എപ്പോഴും കരച്ചിലും. അവൾക്ക് കാലാവസ്ഥ പിടിക്കുന്നില്ല. അലീന കൗതുകത്തോടും ആകാംക്ഷയോടും കൂടി കേട്ടുകൊണ്ടിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി വീണ്ടും വരാം. ബൈ.